Okay, welcome children. In the 9th standard Ganithamanjari, chapter 1, uses of coordinates, end of exercises. Question number 7. Okay, നോക്കാം നമുക്ക് question. 7th question. Use your method from problem 6. Problem 6 ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം. Use your method problem 6 to check if the points are -5, -1, b -2, -5 and 4, -4, -12 are on the same straight line. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരു സ്ട്രേറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓൾ ദ 3 പോയിന്റ്സ് ലൈ ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ ആണെങ്കിലാണ് ഇറ്റ്സ് കൊളീനിയർ ആവുക, റൈറ്റ്? കൊളീനിയർ എന്ന് പറയണമെങ്കിൽ 3 പോയിന്റ്സ് ഒരേ സ്ട്രേറ്റ് ലൈൻ ആവണം. ദാറ്റ് ഈസ് ആർ എന്നുള്ള പോയിന്റ്, ദെൻ ബി ആൻഡ് സി. ഇത് മൂന്നും ഒരേ ലൈനിലാണെങ്കിൽ മാത്രമാണ് കൊളീനിയർ. അപ്പോഴാണ് നമുക്ക് സ്ട്രേറ്റ് ലൈൻ ആണ് ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ കൊളീനിയർ കണ്ടീഷനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കണ്ടീഷൻ ഓഫ് കൊളീനിയർ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആർ ബി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ബി സി എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ആർ സി. ഇനി ആർ ബി പ്ലസ് ബി സി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടോ? ആർ ബി പ്ലസ് ബി സി ആവണമെന്നില്ല, ഏതെങ്കിലും വേറെ ഏതെങ്കിലും സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ? അങ്ങനെ നമുക്ക് നോക്കണം. ഏതെങ്കിലും രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ് കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓരോ സൈഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആർ ബി, ആർ എന്ന് പറയുന്ന സൊല്യൂഷൻ, റൈറ്റ്? അപ്പൊ ആർ ഇസ് -5 -1, ബി ഇസ് -2 -5, സി ഇസ് 4 -12. Okay, 4 -12. 4 -12. Now RB, distance between R and B. All the points are different. This is x1 y1, ഇത് x2 y2, എല്ലാ പോയിന്റ്സും ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യണം. സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് x2. x2 എന്താണ്? -2. സെക്കൻഡ് കോർഡിനേറ്റില് സെക്കൻഡ് പോയിന്റില് എക്സ് കോർഡിനേറ്റ്, ദാറ്റ് ഈസ് -2 മൈനസ് ഫസ്റ്റ് ആർ എന്നുള്ള പോയിന്റില് x1 കോർഡിനേറ്റ്, ദാറ്റ് ഈസ് -2 -5. ഈ മൈനസ് ഇടാൻ മറന്നു പോരുത്. നമ്മൾ ഇതില് ഫോർമുലയിൽ ഒരു മൈനസ് ഉണ്ട്, ക്വസ്റ്റ്യനിൽ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്താണ്? -5. -5 നമുക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. -5 മൈനസ്, ഓക്കെ, y2 - y1. y1 is -1. The whole square. That is equal to square root of -2 plus 5 whole square plus -5 plus 1 whole square. Plus 1 whole square. That is equal to square root of 3 square plus -4 square. Right? Then this is equals to 9 plus 16 equal to 25. Root 25 is 5 units. Okay, 5 units. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഏതാണ് കിട്ടുന്നത്? ഈ ഡിസ്റ്റൻസ് തന്നെ 5 units കിട്ടി. 5 units. Okay, now we will see what is BC. BC എന്താന്ന് നമുക്ക് നോക്കാം. BC is equal to square root of, okay, same formula, that is x2 - x1. ഈ ഫോർമുലയൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാലേ ഉള്ളൂ. ചിലവർ x2 - y2 ഹോൾ സ്ക്വയർ എല്ലാം എഴുതും. അങ്ങനെയല്ല, x2 എക്സ് കോർഡിനേറ്റ് ആണ് അത് സ്ക്വയർ, y2 - y1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എക്സ് കോർഡിനേറ്റിന്റെ സ്ക്വയർ പിന്നെ y കോർഡിനേറ്റിന്റെ സ്ക്വയർ, x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതല്ലാതെ നമുക്ക് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയറും എടുക്കാം കേട്ടോ. അതൊരു ഫോർമുലയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഇങ്ങനെ നമുക്ക്, ബിക്കോസ് സ്ക്വയർ ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആവും. റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ എടുക്കാം. അതൊരു ഫോർമുല തന്നെയാണ്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവില്ല ആൻസറിൽ. അപ്പോൾ അതും എടുക്കാം ഇതും എടുക്കാം. കോമൺലി നമ്മൾ ഇതാണ് എടുക്കുക, x2 - x1 ഹോൾ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്തൊക്കെയാണ്? ബി സി എന്ന് പറയുന്നത് ബിയും സിയും, ഇത് ബിയും സിയും. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയാണ് നമുക്ക് കാണേണ്ടത്, ബി സി. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൽ x2 എന്താണ്? 4 ആണ്. 4 മൈനസ് -2 ഹോൾ സ്ക്വയർ പ്ലസ് -12 minus -5 whole square. Okay, not 15, -5 whole square. -12 minus -5 whole square. -5 whole square. അപ്പൊ രണ്ട് നെഗറ്റീവ് ഉണ്ട്. ഈ മൈനസ് ആണ് ഇവിടെ എഴുതിയത്. ഈ -2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള -2 ആണ്. ദാറ്റ്സ് വൈ വി ആർ റിട്ടൺ 2 negatives. ഓക്കെ, അത് രണ്ട് നെഗറ്റീവ് എഴുതാനുള്ള റീസൺ എന്താണ്? ഒന്ന് ഫോർമുലയിലുള്ള നെഗറ്റീവ്, മറ്റേത് നമ്മൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ള നെഗറ്റീവ്. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 4 minus -2, 4 plus 2 whole square plus -12 plus 5 whole square, plus 5 whole square, right? That is equal to square root of 6 square plus -12 plus 5 means 7, so -7 square. -7 square, that is square root of 36 plus 49. Okay, square root of 36 plus 49 is a root of 85. It is root of 85 units.
85 units. Okay, ഡിസ്റ്റൻസിന് എപ്പോഴും ഒരു യൂണിറ്റ്സ് ഉണ്ടാവും. ഇത് കോർഡിനേറ്റ് ജോമെട്രിയിൽ ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ്സ് എഴുതുന്നത്. ഓക്കെ, നൗ ബി സി. നൗ നെക്സ്റ്റ് വൺ ഈസ് ആഫ്റ്റർ ബി സി യു സി ദിസ്. ബി സി കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ സി. എന്താണ് ആർ സി എന്നുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആർ സി എന്നുള്ള ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആർ സി. അപ്പോൾ ആർ സി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആർ ആൻഡ് സി. ആർ സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square, right? That is equal to square root of x2 minus x1 whole square. ഇതിൽ ആർ സി ആണ്. അപ്പൊ ആർ സിയിലെ x2 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് x2 ആണ്, ഇത് x1 ആണ്, റൈറ്റ്? അപ്പൊ 4 മൈനസ് -5. 4 മൈനസ് -5. ഓൾറെഡി -5 ഈസ് ദ നമ്മള് ഇതിലും ഫോർമുലയിൽ ഒരു -5 ഉണ്ട്. അപ്പൊ 4 മൈനസ് -5 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y2 ആണ് എടുക്കേണ്ടത്. y2 എന്ന് പറയുന്നത് -12 ആണ്. y2 y1 -1 ആണ്. അപ്പൊ -12 മൈനസ് ഇട്ടു. ഇനി ഇവിടെ എന്താ? ഓൾറെഡി നമ്മളെ ക്വസ്റ്റ്യനിലെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു വേറൊരു മൈനസും കൂടി വരും. ഓക്കെ, ഇവിടെ ഒരു മൈനസും കൂടി വരും. സ്ക്വയർ, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 + 5 മൈനസ് നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവ് 5 ഹോൾ സ്ക്വയർ പ്ലസ് -12 നെഗറ്റീവിന്റെ നെഗറ്റീവ് പോസിറ്റീവ്. സോ +1 ഹോൾ സ്ക്വയർ, റൈറ്റ്? That is equal to square root of 9 square plus -11 whole square. That is equal to 81. Square root of 81 plus 121. 81 plus 121. That is square root of 202. Square root of 202 units. Square root of 202 units. Okay. ഇനി നമ്മൾ ഓരോന്നും എടുക്കുകയാണ്. ആർ ബി പ്ലസ് ബി സി എന്തായിരിക്കും? ആർ ബി 5 units അല്ലേ? ആർ ബി പ്ലസ് ബി സി, ഈ രണ്ട് ആർ ബി പ്ലസ് ബി സി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 5 units പ്ലസ് ബി സി എന്തായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് ഇതല്ലേ ബി സി, സ്ക്വയർ റൂട്ട് ഓഫ് 85. സ്ക്വയർ റൂട്ട് ഓഫ് 85, റൈറ്റ്? ഇനി എന്താണ് നമ്മളെ ആർ സി? എന്താണ് ആർ സി? ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 202 units. 202 units. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടില്ല. കിട്ടുമോ? ഇല്ല. സോ ആർ ബി പ്ലസ് ബി സി ഈസ് നോട്ട് ഈക്വൽ ടു ആർ സി. അപ്പോൾ they are not collinear. That means 3 points does not lie on the straight line. Straight line അല്ല, 3 points സ്ട്രേറ്റ് ലൈനിലേ ഇല്ല എന്നർത്ഥം. ബിക്കോസ് ആർ ബി പ്ലസ് ബി സി നമ്മൾ ആഡ് ചെയ്തപ്പോൾ ആർ സി ആണ് കിട്ടിയത്. അപ്പോൾ അത് ഒരിക്കലും സ്ട്രേറ്റ് ലൈനിലല്ല. അതുകൊണ്ട് നമുക്ക് ഇത് മൂന്നും ആർ ബി പ്ലസ് ബി സി നോട്ട് ഈക്വൽ ടു ആർ സി അതുകൊണ്ട് സ്ട്രേറ്റ് ലൈനല്ല. ഇനി അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നൗ പ്ലോട്ട് ബോത്ത് സെറ്റ്സ് ഓഫ് പോയിന്റ്സ് ആൻഡ് ചെക്ക് യുവർ ആൻസേഴ്സ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഈ പോയിന്റ്സ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. എന്താ വരും നോക്കാം പ്ലോട്ട് ചെയ്യുമ്പോൾ. അപ്പൊ എന്തൊക്കെയാ? -5, -1 ഉണ്ട്, -2, -5 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇത് വേണ്ട, ഇതെടുത്തോക്കാം. പ്ലോട്ട് ചെയ്യാൻ പോവാണ് ഞാൻ. ഈ പോയിന്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതിന് കോർഡിനേറ്റ്സ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. കോർഡിനേറ്റ്സ് എടുത്തിട്ട് പ്ലോട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് ഇത് എവിടെയാ വരിക നോക്കാം. ഓക്കെ, അപ്പം ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾക്ക് എപ്പോഴും കോർഡിനേറ്റ് ജോമെട്രിയിൽ എന്തൊക്കെയാണുള്ളത്? 1, 2, 3. ഇത് ഓരോന്ന് 1, 2, 3, 4, 5. അപ്പം ഇത് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. റൈറ്റ്? പ്ലോട്ട് ചെയ്ത് നോക്കണമെങ്കിൽ യെസ്, കോർഡിനേറ്റ് ജോമെട്രി എടുത്ത് നമുക്കൊന്ന് ഇത് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോഴേക്കും എക്സ് കോർഡിനേറ്റും ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെ പോയിന്റ്സ് എന്തൊക്കെയാണുള്ളത്? ഓക്കെ, അപ്പൊ ഇതില് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ഡാഷ്. ഓക്കെ, എക്സ് ഡാഷ് വൈ ഡാഷ്, y and y dash, right? ഇനി ഇതിലെ പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് -5, -1 ആണ്. അപ്പോൾ നോക്കാം. -5, -1 എവിടെയാ വരിക? ഇതാണ് -5. എക്സ് കോർഡിനേറ്റിലെ -5, -5, -1 കണ്ടോ? ഈ പോയിന്റ് വരിക -5, -1, റൈറ്റ്? ഇത് -5, -1. ഇതിൽ എന്താണ് പിന്നെ അടുത്ത എന്താണ്? -5, -1 എന്താണ്? 6 ആണ്. ബി എന്താണ്? -2, -5 ആണ്. -2, ഇത് 6 ആണ്. ബി -2, -5 ആണ്. ഇവിടെയാണ് -2, -5 ഇവിടെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ആർ ബി ഇവിടെയാണ് വരുന്നത്, റൈറ്റ്? ഇനി അടുത്ത പോയിന്റ് എന്താ? ലാസ്റ്റ് പോയിന്റ് ഈസ് 4, -12 ആണ്.
ലാസ്റ്റിലെ പോയിന്റ് 4, -12. അപ്പൊ ഇത് എവിടെ വരിക? ഇത് 11, 12. 4, -12 എന്ന് പറയുമ്പോൾ ഇവിടെ വരിക. ഓക്കെ, നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരിക. ഇതെവിടെ വരിക? ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. 4, -12 എന്ന് പറഞ്ഞാൽ ഇത് 11, 12 ഇവിടെ വരിക. അപ്പൊ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇത് ലൈൻ ഒരേ ലൈനിൽ നമുക്ക് കിട്ടുമോ നോക്കാം. ഇത് എവിടെയാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? കേട്ടോ, ഓക്കെ. ഇനി നമുക്കിത് എങ്ങനെ ഇത് മാർക്ക് ചെയ്യാൻ നോക്കാം. എങ്ങനെ ഇപ്പൊ പോയിന്റ്സ് പ്ലോട്ട് ചെയ്താൽ ഇതെല്ലാം നമുക്ക് ഒരു ലൈനിലാണോ ഒരു സ്ട്രേറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ്? അപ്പൊ r -5, -1. r -5, -1. This is the point. Okay. So r. B -2, -5. B -2, -5. This is the point. This is B. B -2, -5. C 4, -12. C 4, -12. That means 4 4 -12. 4 -12 means here, right? 4 -12. Now join this R, B and last one is C, right? ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈനിലൂടെയാണോ ഇത് ബി ആ സ്ട്രേറ്റ് ലൈനിൽ ജോയിൻ ആവുന്നുണ്ടോ, അത് ഇൻക്ലൂഡ് ആവുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കണം. ആ 3 പോയിന്റ്സും 3 or 4 points, 3 or more points lie on the same straight line is called collinear points, right? അപ്പൊ അത് കൊളീനിയർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാൻ സി എന്നുള്ള പോയിന്റും ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തു. സി എന്നുള്ള പോയിന്റ് ആർ എന്നുള്ള പോയിന്റും ജോയിൻ ചെയ്തപ്പോ ബി ലൈൻ ഔട്ട് സൈഡ്, റൈറ്റ്? ഇത് ഓൺ ദ ലൈനിലല്ല, സ്ട്രേറ്റ് ലൈനിന്റെ മേലെയല്ല ബി എന്നുള്ള പോയിന്റ്. ദാറ്റ് മീൻസ് ആർ ബി ആൻഡ് സി ആർ നോട്ട് കൊളീനിയർ. ദാറ്റ് ഇസ് ആർ ബി പ്ലസ് ബി സി നോട്ട് ഈക്വൽ ടു ആർ സി. ഇത് കൊളീനിയർ പോയിന്റ്സ് അല്ല. ഇത് പ്രൂവ് ആയി. അത് സ്ട്രേറ്റ് ലൈൻ അല്ല. ദേ ആർ നോട്ട് ഫോമിങ് ഇതില്ല ഒരു സ്ട്രേറ്റ് കൊളീനിയർ പോയിന്റ്സ് അല്ലാന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ ഫോം ആവുന്നില്ല. ഇത് അതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി അടുത്തത് ഒരു പോയിന്റ് കൂടി പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് നേരത്തെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ദാറ്റ് ഇസ് -3, -4. A, A 0, 0. -3, -4 ഉം 0, 0 and 6, 8. -3, -4. Where is -3, -4? -3, -4. ഈ പോയിന്റ് ആണ് -3, -4, right? -3, -4. Then after that 0, 0. 0, 0 നമ്മളെ ഒറിജിൻ. 0, 0 എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിൻ ആണ്. വേറെ സെറ്റ് യെസ് 0, 0 എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിൻ ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് അടുത്തത് 6, 8. അപ്പൊ 6, 8 എന്നുള്ളത് 6, 8 6ഉം 8ഉം. അപ്പൊ 6ഉം 8ഉം വരുമ്പോൾ മേലേക്ക് വരും. 6ഉം 8ഉം ഇതെവിടെ വരും, റൈറ്റ്? ഇനി ഇത് മൂന്നും നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഇത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടുമോ നോക്കണം. -5, -1 എന്ന് പറഞ്ഞാൽ ഇത് -5 അല്ല. -3, -4 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇതും. ഇത് മൂന്നും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇത് മൂന്നും ഒരു സ്ട്രേറ്റ് ലൈനിലാണോ ഫോം ചെയ്യുന്നത് നോക്കണമെങ്കിൽ ഇത് ഒരേ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് ഒരേ ലൈനിൽ തന്നെയാണ്, ഒരു സ്ട്രേറ്റ് ലൈനിൽ തന്നെയാണ് 3 പോയിന്റും കിടക്കുന്നത്. 0, 0. ഇത് ബി, ഇത് 0, 0. 0, 0 എന്നുള്ള പോയിന്റ്. ഇത് -3, -4 എന്നുള്ള പോയിന്റ്. -3, -4 ആണ്. അടുത്തത് 6, 8. 6ഉം 8ഉം ഇത് മൂന്നും they are collinear points. Okay, these 3 points are collinear points. ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. These 3 points are collinear points, but these 3 points are not collinear. Okay, thank you.